അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അവരായിട്ട് തന്നെ സൊല്യൂഷൻ കണ്ടെത്തട്ടെ. നീയായിട്ട് അതിലൊരു മീഡിയേറ്ററുടെ റോള് എടുക്കാതിരിക്കുന്ന നല്ലത്. പ്രത്യേകിച്ചും ജോബൻ നിന്നോട് അങ്ങനെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്റെ നല്ലതിനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്ന് കരുതി മാളുവിനോടും ജോബിനോടും ശത്രുത തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെ ഞാൻ ശ്രമിക്കുന്നത്. മാളുവിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആഹാ, നീ എഴുന്നേറ്റോ? ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചുണർത്താനായിട്ട് വരുമായിരുന്നു. എന്തൊരു ഉറക്കമായിരുന്നടാ നീ. അതെങ്ങനെ ഉള്ള ബിയറെല്ലാം കൂടെ വലിച്ചു കെട്ടി നല്ല ഫോമിലല്ലേ നീ വന്നത്? ഡാ, ഇത് കുടിക്ക്, ലെമൺ ടീയാ. ഉള്ള കെട്ടങ്ങിറങ്ങട്ടെ. ഞാൻ എപ്പോഴാ വന്നത്? എനിക്ക് നല്ല ഓർമ്മയില്ല. എങ്ങനെ കിട്ടും? ആ പരുവത്തിലല്ലേ വന്ന് കയറിയത്. അല്ല, എന്താ സാറിന്റെ ഉദ്ദേശം? സോറി, ഞാൻ ഇവിടേക്ക് വരണമെന്ന് ഉദ്ദേശമല്ല. അതെനിക്ക് മനസ്സിലായി. എന്തായാലും വല്ല ബാറിലും വഴിവെക്കലും വീണ് കിടക്കാതെ ഇവിടേക്ക് വന്നതുകൊണ്ട് തൽക്കാലം മാനമെങ്കിലും രക്ഷപ്പെട്ടു. അല്ല, നീ ഇറങ്ങുകയാണോ? ആ, ഞാൻ പോവാ. എങ്ങോട്ടാ പോകുന്നേ? വീട്ടിലേക്ക് തന്നെ പോവാ, അല്ലാതെ എവിടേക്കാ? അവിടേക്ക് ചെന്ന് കയറുമ്പോഴേ സൂക്ഷിക്കണം. നിന്റെ മിസ്സസിനെ ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടോ നിനക്ക്? കുറച്ചു മുമ്പ് മാളവിക ഇവിടെ വന്നിരുന്നു. മാളോ? ഇവിടെയോ? അതെ, ഇവിടെ തന്നെ. ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളിവിടെ. കുറെ നേരം ബെല്ലടിച്ചിട്ട് തിരിച്ചു പൊക്കോളൂന്ന് കരുതി. ഞാൻ വാതിൽ തുറക്കാതിരുന്നതാ. പക്ഷേ അവള് ബുദ്ധിപൂർവ്വം വെയിറ്റ് ചെയ്തു. എന്നിട്ട് എന്നെ കണ്ടോ? ഇല്ല, അകത്ത് കയറാനൊരു ശ്രമമൊക്കെ നടത്തി നോക്കി. ഞാനത് ബ്ലോക്ക് ചെയ്തു. പക്ഷേ നീ ഇവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കാറ് റോഡിലുണ്ടായിരുന്നല്ലോ. നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ഞാനൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷെ പൊളിഞ്ഞു. എന്ന് വെച്ച് നീ പേടിക്കൊന്നും വേണ്ട. അവൾ ഈ കാര്യം മമ്മിയോടും മറ്റാരോടും പറയാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ഉറപ്പ് അവളുടെ ഭാഗത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. നീ ഇവിടെ ഉള്ളത് മമ്മി അറിഞ്ഞ ഹൃദയം പൊട്ടി മരിക്കുമെന്ന്. അതുകൊണ്ട് അവളിതൊന്നും ആരോടും പറയില്ല. അഭിനയം തുടർന്നോളാൻ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. നീ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് പോവും. ജോബിൻ, ജോബിൻ, ദേ, ഹിമയോട് നീ എന്തെങ്കിലും സംസാരിച്ചിട്ട് പോ. അല്ലെങ്കിൽ ഹിമയ്ക്ക് ഡൗട്ട് അടിക്കും. അല്ല, ഡോക്ടറോ? ഡോക്ടർ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഇറങ്ങാൻ തുടങ്ങായിരുന്നു. ഹിമ എവിടെ പോയിട്ട് വരുന്നു? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? ഞാൻ കോടതി കഴിഞ്ഞ് വരുന്ന വഴിയാ. ഓ സോറി, ഞാനത് വിട്ടുപോയി. പിന്നെ സുഖമാണല്ലോ അല്ലേ? അതെ, വലിയ കുഴപ്പമൊന്നുമില്ല. ശരി ഹിമ, കണ്ടതിൽ സന്തോഷം. ശരി. ഇതെന്താടോ? തന്റെ ഡോക്ടർ ഒരു നനഞ്ഞ കോഴിയെ പോലെ. പരസ്പര ബന്ധമില്ലാതെയാണല്ലോ സംസാരം. വക്കീലിന് നേരത്തെ ആണല്ലോ. ഞാൻ നേരത്തെ വന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? ഒന്ന് പോടോ. എന്താ ഇവിടെ ഒരു സ്മെല്ല്? സ്മെല്ലോ? അതെ, ഒരു വല്ലാത്ത സ്മെല്ല്, മദ്യത്തിൻ്റെത് പോലെ. അതെ, ഡോക്ടർ ആദ്യമായിട്ട് ഇന്ന് 2 ബിയർ കഴിച്ചു. പുള്ളി അല്പം ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ടാ പോയത്. അത് ശരി. അപ്പൊ ഡോക്ടർ നല്ല ശീലങ്ങൾ തുടങ്ങിയിരിക്കുന്നു. വെരി ഗുഡ്. പ്രതീക്ഷ പോലും നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അലീന, ഇതല്പം കഷ്ടമുണ്ട് കേട്ടോ.
ഒടുവിൽ ഈ തമാശ കളി തന്റെ കയ്യിൽ നിൽക്കാതെ വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ ഒരു ഗെയിം ആവുമ്പോ അല്പം റിസ്ക് എടുത്തില്ലെങ്കിൽ അതിൽ എന്ത് ത്രില്ലുള്ള വക്കീല്. എന്നതാ ഡേസമ്മ, ആരെയാ നീ വിളിക്കുന്നേ? ജോബിനെ ഒന്ന് വിളിച്ചു നോക്കിയതാ അമ്മച്ചി. കുറച്ചു നേരം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നു, നമ്പർ കിട്ടുന്നില്ല. കിട്ടിയപ്പോഴാണെങ്കിൽ അവനൊട്ട് എടുത്തതുമില്ല. ഹാ, അവനോട് തിരക്കിലാവുമെന്നേ. അല്ല, എന്നാത്തിനാ നീ ഇങ്ങനെ തിടുക്കപ്പെട്ട് വിളിക്കുന്നേ? എന്നതിൽ അത്യാവശ്യ കാര്യമുണ്ടോ? അവൻ വരുമ്പോ മാളുവിനെ കൂട്ടിക്കൊണ്ട് വരുമോന്ന് അറിയാൻ വേണ്ടിയാ. അതിന് അവൻ അങ്ങനെയല്ലേ പറഞ്ഞിട്ട് പോയത്. അപ്പൊ വരുന്ന വഴിക്ക് അവൻ അവളെയും കൂട്ടി വരുമായിരിക്കും. അതിന് നീ കിടന്ന് എന്നാത്തിനാ ഈ വേവലാതിപ്പെടുന്നേ? ഡേസമ്മോ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ. ഞാൻ പറയുമ്പോ എന്നോട് ചാടിക്കടിക്കുമെങ്കിലും പിള്ളേരുടെ പോക്കിനെ പറ്റി നിന്റെ ഉള്ളിലും ചില സംശയങ്ങളുണ്ട്, അല്ലയോ? നീ അത് സമ്മതിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു പേടി നിനക്കുണ്ടെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ നീ ഇങ്ങനെ ആദ്യം പിടിച്ച് കൂടെ കൂടെ വിളിച്ചു നോക്കില്ലല്ലോ. അമ്മച്ചി ചുമ്മാതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ടാ എനിക്കുള്ള മനസ്സമാധാനം കൂടി പോയത്. അതിന്റെ കൂടെ അവൻ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നത് കൂടി കാണുമ്പോ അതിന് അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്താ ഡേസമ്മ? അവൻ ഇങ്ങനെയൊക്കെ ആയതിന്റെ കാരണം നിന്റെ മരുമോളുടെ പിടിപ്പയോട് കൊണ്ട് തന്നെയാ. മാളു എന്തു ചെയ്തു എന്ന് അമ്മച്ചി പറയുന്നത്? എന്റെ അറിവിൽ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അത് നിനക്കേ അവളോടുള്ള ഇഷ്ടക്കൂടുതലോട് തോന്നുന്നതാ. അവളോട് നീ കാണിക്കുന്ന ഈ അതിരുവിട്ട സ്നേഹമാ ജോക്കുട്ടനും ഇപ്പൊ പ്രശ്നമായിരിക്കുന്നേ. അമ്മച്ചി വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എനിക്കാരോടും ഒരു വേർതിരിവുമില്ല. പിന്നെ തെറ്റ് കണ്ട അതാരുടെ ഭാഗത്തായാലും ഞാനത് പറയും. അതിനാരുടെയും പക്ഷം പിടിക്കണമെന്നില്ലല്ലോ. അതൊന്നും അല്ല ഡേസമ്മേ ഇവിടുത്തെ പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാളുവിന് സ്വന്തം കെട്ടിയവന്റെ കാര്യങ്ങളെക്കാളും കൂറും കടപ്പാടും ആ മറ്റേ കൊച്ചിനോടാ. ഇന്ന് തന്നെ അവക്ക് ആ കൊച്ചിനെ കാണാൻ പോണ്ട വല്ല കാര്യമുണ്ടോ? അത് ജോക്കുട്ടിന് അത്ര ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്ക് അവന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. എന്നിട്ട് ജോബിനാണല്ലോ മാളുവിനോട് അവിടെ പൊയ്ക്കോളാൻ പറഞ്ഞത്. അവന് ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ പോകണ്ടെന്നല്ലേ പറയൂ. അതവൻ നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞാന്നാ എനിക്ക് തോന്നുന്നേ. പക്ഷെ അവന്റെ ഉള്ളിൽ അതൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത മട്ട. പിന്നെന്താ, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ പൊക്കോട്ടെ എന്ന് അവനും കരുതിയിട്ടുണ്ടാവും. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീട്ടിൽ വന്നു കയറിയ പെങ്കൊച്ചിന് ഒരു പരിധി കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കരുത്. അവരുടെ ഇഷ്ടത്തിന് നമ്മളല്ല, നമ്മുടെ ഇഷ്ടത്തിനൊത്ത് അവരാ ജീവിച്ച് ശീലിക്കേണ്ടത്. മറിച്ചായ കൈവിട്ടു പോകുന്നതേ അവളുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ ചെറുക്കന്റെ കൂടെയാവും. അത് ഓർമ്മ വേണം. എന്നിട്ടിപ്പോ അവളെന്താ പറയുന്നത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോ തിരിച്ചു പോന്നാലും നീ അവളോട് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, വരട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെയാ അവള് പറയുന്നത്. ഇതങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത് മുരളി. എന്തോ ഒരു കുത്തിത്തിരിപ്പ് ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പണിക്കരുടെ കൊച്ചിടപെട്ടത്. നീ അവളോട് കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് ചോദിക്കേ. ഒന്നുമില്ലേലും എന്താ ഏതാന്ന് അറിയാലോ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും നീ എന്താ എന്നെ അറിയിക്കായിരുന്നു അശ്വതി? ഞാൻ മുരളിയേട്ടനെ വിളിക്കാൻ തുടങ്ങിയതാ, അപ്പോഴേക്കും മാളു ഇങ്ങ് വന്നു. അതെപ്പോഴാ? അതിനു മുമ്പ് ഒരു 1/2-3/4 മണിക്കൂർ. എന്റെ മുരളി, ഇവിടെ മുള്ളുമേലായിരുന്നു ഞാൻ ഇവളും. നിന്റെ അടുത്ത് വിളിച്ച് കാര്യം പറയാന്ന് വെച്ചപ്പോ കൊന്നാൽ ആ കൊച്ചു സമ്മതിക്കത്തില്ല. അതെ, നമ്മൾ അറിയാത്ത എന്തോ ഒന്ന് അവരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അപ്പൂനും അവരുടെ വീട്ടുകാർക്കും അറിയാം. നമ്മൾ ഇതിനിടെ കിടന്ന് പൊട്ടം കളിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ആവശ്യമില്ലാത്ത ഓരോന്നും പറഞ്ഞ് ബാക്കിയുള്ളവരെ കൂടെ വിഷമിപ്പിച്ചോളണം. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് അശ്വതി. ഇതിപ്പോ എത്രാമത്തെ തവണയാ അവളിങ്ങനെ പിണങ്ങി ഇറങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നത്? ആരുടെ ഭാഗത്ത് ന്യായമൊന്നും അറിയാതെ നമ്മൾ മാളുവിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ശരിയല്ല. ആ, അത്രേ ഞാനും പറയുന്നുള്ളൂ.
നമ്മൾ രണ്ട് വീട്ടുകാർക്കിടയിലുള്ള പ്രശ്നത്തിന് ആവശ്യമില്ലാത്തവര് വെറുതെ വലിഞ്ഞു കയറി വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാ. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. മാളുവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവിടാൻ പോവാ. അത് വേണം മുരളിയേട്ടാ, ഇന്നിപ്പോ ഇത്ര നേരം ആയില്ലേ. ഏയ്, അത് ശരിയാവില്ല അശ്വതി. ഞാൻ അവളോട് സംസാരിക്കട്ടെ. ഒന്നെങ്കിൽ അവള് കാര്യം എന്താന്നുള്ളത് തുറന്നു പറയണം, അല്ലെങ്കിൽ അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാവണം. അതെ, അല്ലാതെ നമ്മളിങ്ങനെ കഥയറിയാത്ത പൊട്ടന്മാരെ ഇരുന്നിട്ട് കാര്യമില്ല. അവളെവിടെ? റൂമിലുണ്ടോ? ഉണ്ട്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, കാര്യം പറഞ്ഞപ്പോ മുരളിക്ക് മനസ്സിലായി. എന്നിട്ട് നിന്റെ വലയിൽ ഇതൊന്നും കേറുന്നില്ലല്ലോ എന്ന എന്റെ സങ്കടം. അച്ഛനെപ്പോ വന്നു? വന്നിട്ട് കുറച്ചു നേരമായി. നീ എന്താ പെട്ടെന്നൊരു വിസിറ്റ്? ഒന്നുമില്ല, രാവിലെ അപ്പൂനെ കണ്ടാ കൊള്ളാന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടറാ എന്നെ വീപ്പങ്ങളുടെ വീട്ടിലാക്കിയത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പുറത്തുപോയി തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. എന്തായിരുന്നു അപ്പുമായിട്ടൊരു പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല അച്ഛാ. എന്നോട് വെറുതെ ദേഷ്യപ്പെട്ടു. എനിക്ക് സങ്കടം വന്നു. ഞാൻ പിണങ്ങിങ്ങി പോന്നു. അച്ഛൻ വിഷമിക്കണ്ട, അതൊക്കെ സോൾവായി. അല്ല, ജോബി നിന്നെ വിളിക്കാൻ വരുമോ? എന്താ? ഡോക്ടർ നല്ല തിരക്കിലാന്ന് തോന്നുന്നു, അതുകൊണ്ട് വരുന്ന കാര്യം സംശയമായിരിക്കും. എങ്കിൽ നീ റെഡിയാവും, ഞാൻ കൊണ്ടുവിടാം. അത് വേണ്ട അച്ഛാ, ഞാനിത് ഇവിടെ നിന്നോളാം. ഏയ്, അത് ശരിയാവില്ല. എന്തിനാ വെറുതെ നീ അവിടുന്ന് മാറി നിൽക്കുന്നേ? ജോബിനും ടീച്ചർക്കും എന്തെങ്കിലും തോന്നും. ഏയ് ഇല്ല അച്ഛാ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മാളു, വെറുതെ തർക്കിക്കണ്ട. എന്തെങ്കിലും ആവശ്യത്തിന് നീ ഇവിടെ വന്ന് നിൽക്കുന്ന പോലെയല്ല ഒരു കാര്യമില്ലാതെ അവിടുന്ന് ഇറങ്ങിപ്പോന്നത്. പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും ടീച്ചർക്കും ജോബിനും എന്ത് തോന്നും? ഞങ്ങളതിന് വളം വെച്ച് തരികയാണെന്നല്ലേ വിചാരിക്കും. എന്തു പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കണം. ഇല്ല അച്ഛാ, ഞാനും ഡോക്ടറും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പ്രശ്നമില്ലെങ്കിൽ നീ എന്തിനാ പോകാൻ മടിക്കുന്നത്? അതെന്താ അച്ഛാ, ഞാനിവിടെ നിൽക്കുന്നത് അച്ഛന് ഇഷ്ടമല്ലേ? നിനക്ക് എത്ര ദിവസം വേണേലും ഇവിടെ നിൽക്കാം. അത് ടീച്ചറിന്റെയും ജോബിന്റെയും പൂർണ്ണ സമ്മതത്തോടാണെങ്കിൽ എനിക്ക് അതിൽ ഒരു എതിരഭിപ്രായവും ഇല്ല. പ്ലീസ് അച്ഛാ, ഞാൻ എന്തായാലും ഇന്നിവിടെ നിന്നോട്ടെ. അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ ഞാൻ പോയിക്കോളാം. നോക്കുമാളൂ, ഇന്നൊരു ദിവസം നീ ഇവിടെ നിൽക്കുന്നതും നാളെ തിരിച്ചു പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇനി നിനക്ക് കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഇപ്പൊ നീ എൻ്റെ കൂടെ വരികയല്ലേ, നീ ആയിട്ട് ജോബിനോടും ടീച്ചറിനോടും ചോദിക്കാം. അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ നിനക്ക് എത്ര ദിവസം വേണേലും ഇവിടെ വന്ന് നിൽക്കാം. ഇനിയിപ്പോ ഇത്ര സമയം ആയില്ലേ മുരളിയേട്ടാ, ഇന്നൊരു ദിവസം ഇവളിവിടെ നിൽക്കട്ടെ. ടീച്ചറും ജോബിനെയും വിളിച്ച് കാര്യം പറഞ്ഞാ പോരെ? ഏയ്, അതൊന്നും പറ്റില്ല അശ്വതി. ഇന്നൊരു രാത്രി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് എന്താ പ്രയോജനം? അത് മാത്രമല്ല, അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. മുരളി ആ പറഞ്ഞത് ന്യായമായ കാര്യാ മോളെ. ദേ, ആ വീട്ടിൽ അധികാരം അവകാശമുള്ള പെങ്കൊച്ചാ നീ. ഒരു കാര്യമില്ലാതെ നമ്മൾ ഒഴിഞ്ഞു കൊടുത്താലേ നമ്മൾ ഇരിക്കേണ്ട സ്ഥാനത്ത് വേറെ ആരെങ്കിലും കയറി ഇരുന്നെന്ന് വരും. എന്തിനാ ആ വയ്യാവേലിക്ക് പോകുന്നത്? നീ ഇപ്പൊ പോയിട്ട് വാ. എന്നിട്ട് നിനക്കിവിടെ നിക്കണോന്ന് തോന്നുമ്പോഴൊക്കെ ഡോക്ടറെ കൂട്ടി വാ. ഇനി അതേപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ വേഗം റെഡിയായി പോകാൻ മാളൂ, ഞാൻ കൊണ്ടുവിടാം. മാളു, അച്ഛൻ പറഞ്ഞ കേക്ക് മോളെ. ശരി, ഇനിയും ഞാനായിട്ട് ആരെയും നിരാശപ്പെടുത്തുന്നില്ല. ഇവിടുന്ന് പോണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ പൊക്കോളാം. ഞാനൊന്ന് റെഡിയാവട്ടെ. പെങ്കൊച്ച് ഇന്ന് വരുന്ന കോളൊന്നും കാണുന്നില്ലല്ലോ ഡേസമ്മേ. അവള് പിന്നെ വിളിച്ചായിരുന്നോ? അവളെ വിളിച്ചില്ല, അപ്പു വിളിച്ചിരുന്നു. മാളു ഇങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാൻ വേണ്ടി. അതെന്നാത്തിനാ? അതിനെ കാണുന്നെന്നും പറഞ്ഞല്ലേ അവൾ ഇവിടുന്ന് ജോക്കുട്ടൻ്റെ കൂടെ പോയത്? അതെ, അവരൊരുമിച്ച് തന്നെയായിരുന്നു. ഇടയ്ക്ക് മാളു അപ്പുവിനോട് പറയാതെ വേറെ എവിടേക്കോ പോയി. അങ്ങനെ വിളിച്ചതാ. പിന്നെ മാളു അവളുടെ വീട്ടിൽ ചെന്നിരുന്നോന്ന് പറഞ്ഞ് അപ്പു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡേസമ്മ,
ആ കൊച്ചുമായിട്ടുള്ള കൂട്ടുകെട്ടൊന്നും അധികം വേണ്ടാന്ന് നീ അവള് വരുമ്പോ ഒന്ന് പറഞ്ഞേരേ. നീ പറഞ്ഞാലേ അവള് കേൾക്കൂ. അതെന്തിനാ അമ്മച്ചി? അവര് തമ്മിലുള്ള കൂട്ടുകെട്ട് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അതങ്ങനെ ഒരു ബന്ധമാ അവർ തമ്മിലുള്ളത്. നമ്മൾ അവളോട് അങ്ങനെ പറയുന്നത് പോലും പാപമാണ്. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. കൂടെ പറഞ്ഞ സഹോദരന്മാരെ മാറ്റി നിർത്തുന്നു. പിന്നാന്നോ ഒരു ദിവസം ജനിച്ചതിന്റെ പേരില് അതിനെ ഇങ്ങനെ ചുമക്കുന്നത്? അതും ആൺകുട്ടിയാന്നും പറഞ്ഞ് നടക്കുന്ന ഒരുത്തിയെ. അതിനെ കണ്ടാലേ അറിയാം ആളൊരു കുഴപ്പം പിടിച്ച കേസാണെന്ന്. അത് അമ്മച്ചിയുടെ കണ്ണോട് നോക്കുന്നതിന്റെ കുഴപ്പാ. ഞാൻ നോക്കിയിട്ട് അപ്പൂനൊരു കുഴപ്പമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ നിന്റെയും ജോക്കുട്ടിന്റെ ഇഷ്ടം. ആ, ജോബിൻ വന്നു തോന്നുന്നു. ആ, മുരളിയായിരുന്നോ? ഞാൻ കരുതി ജോബിനായിരിക്കുമെന്ന്. അല്ല, മാളുവിനെ അവൻ കൂട്ടിക്കൊണ്ടു വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ജോബിന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവുമെന്ന് ഇവള് പറഞ്ഞു. എനിക്ക് പിന്നെ ഞാനിങ്ങോട്ട് കൊണ്ടുവരാന്ന് കരുതി. ടീച്ചറിനെ കണ്ടിട്ടും കുറച്ചു നാളായല്ലോ. ഞാനും അങ്ങോട്ടൊന്ന് വരണമെന്ന് കരുതിയിട്ട് നടന്നില്ല. അശ്വതിക്കും ഇന്ദിരാമയ്ക്കും സുഖമല്ലേ മുരളി? ആ, സുഖമായിട്ടിരിക്കും. വരൂ, ഇരിക്കും മുരളി. നിന്നെ ഇടയ്ക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് അപ്പു വിളിച്ചിരുന്നല്ലോ. അപ്പുനോട് പറയാതെ എവിടെ പോയതാ? അത് അപ്പു കേൾക്കാഞ്ഞിട്ട് ആന്റി, ഞാൻ പറഞ്ഞിട്ടാ പോയത്. അത് രണ്ടുപേരും തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിരുന്നു. അപ്പു ആ സമയം കൊണ്ട് എല്ലാരെയും വിളിച്ച് ടെൻഷൻ ആക്കിയെന്ന് അശ്വതി പറയുന്നത് കേട്ടു. മുരളി ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ഏയ്, ഇപ്പൊ ഒന്നും വേണ്ട. പോകുന്ന വഴിക്ക് ഒന്ന് രണ്ടാളെ കാണാനുണ്ട്. എന്നാ പിന്നെ അമ്മച്ചി മാളുവിന്റെ കൂടെ അകത്തേക്ക് ചെല്ല്. ഞങ്ങൾ അല്പം സംസാരിക്കട്ടെ. വാ അമ്മച്ചി. ഓ, ഇനിയിപ്പൊ ഞാനിരുന്നിട്ട് നിങ്ങളുടെ മുണ്ടാട്ടം മുട്ടണ്ട. ടീച്ചർ പറഞ്ഞത് ചേട്ടത്തിക്ക് അത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു. അത് സാരമാക്കണ്ട. അമ്മച്ചിയെ കൂടെ ഇരുത്തിയാൽ ശരിയാവില്ല. ആരോട് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അറിയില്ല. ഒരു കാര്യം തുറന്നു ചോദിക്കുന്നതുകൊണ്ട് മുരളിക്ക് വിഷമമൊന്നും തോന്നരുത്. മാളുവിന് ജോബിനെ കുറിച്ച് എന്തെങ്കിലും പരാതിയോ പരിഭവമോ ഉള്ളതായി അവള് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവര് തമ്മിൽ ഇതിനു മുമ്പുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി ടീച്ചറിനും അറിയാലോ. അതാ ക്യാഷിന്റെ ഇഷ്യൂ അല്ലേ? ജോബിന് അവന്റെ ആ ഫ്രണ്ടിന് കൊടുത്ത ക്യാഷ് കൊടുത്ത് സഹായിച്ചതിൽ മാളൂന് പരിഭവമൊന്നുമില്ല. ജോബിന് ആ കാര്യം അവളോട് പറയാതിരുന്നതാ മാളൂന് ഫീൽ ചെയ്തത്. അത് ജോബിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെയാ. അതവന് ബോധ്യമായതുകൊണ്ടാണല്ലോ അവനായിട്ട് തന്നെ മുൻകൈ എടുത്ത് അത് കോംപ്രമൈസ് ചെയ്തത്. ഞാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞ് കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അറിയുമെന്നാ. ഇല്ല, അത് കഴിഞ്ഞ് അവര് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്താ ടീച്ചറിന് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇവിടെ അവര് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത്. എങ്കിലും എന്തെങ്കിലും ഒരു കരട് അവർക്കിടയിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ചിലപ്പോ എന്നോട് തുറന്നു പറയാൻ മാളുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും അവര് തമ്മിൽ ഇല്ലെന്ന് എന്റെയും വിശ്വാസം. ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവരായിട്ട് തന്നെ പരിഹരിച്ചു. ഇനി അവര് തമ്മിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം വരില്ലെന്ന് തോന്നുന്നു. അപ്പു ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യം ടീച്ചർ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മാളു പറഞ്ഞിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം വിജയും ഗീതയും വിളിച്ചപ്പോ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പുവിനെ അപ്പുവിന്റെ ഇഷ്ടത്തിന് വിടുന്നതാ എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ദീപിയോടും ഗീതയോടും നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും അപ്പുവിനെ കണ്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട് എനിക്ക്. സൗകര്യം പോലെ മതിയല്ലോ എന്ന് കരുതിയാ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മാളു വന്ന കാര്യം ജോബിനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണേ. ശരി, ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് അശ്വതിയോട് പറഞ്ഞേക്ക്. അന്ന് തന്നെ വിജയെയും ഗീതയും കാണുകയും ചെയ്യാലോ. ഒക്കെ ടീച്ചറിന്റെ സൗകര്യം പോലെ. ശരി. താനെന്താ ആലോചിക്കുന്നത്? ദീപിയോട് അമല പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ. അപ്പു മാളൊക്കെ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് കേട്ടപ്പോ ജോബിന് അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ സങ്കടം തോന്നി. പക്ഷെ അത് ആ പയ്യൻ മാളുവിന്റെ മുന്നിൽ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാവുന്നാ ഞാൻ ആദ്യം കരുതിയത്.
എപ്പോഴെങ്കിലും മാളുവും ജോബിനും തമ്മിലുള്ള പിണക്കം സോൾവ് ആവുമ്പോ അപ്പുനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതില് ജോബിനായിട്ട് എന്നെ സോറി പറയുന്ന അത് കോംപ്രമൈസ് ആക്കുമല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കായിരുന്നു ഞാൻ. പക്ഷേ പറഞ്ഞതൊന്നും തമാശക്കായിരുന്നില്ല എന്നറിഞ്ഞപ്പോ ഞാൻ ആകെ അപ്സെറ്റായി.